എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടൊക്കെ സുഗന്ധപൂരിതമാക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവാനായിട്ട് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിന് ഒരു നല്ല ഫ്രഷ്നെസ്സും ഒരു നല്ലൊരു സുഗന്ധമൊക്കെ കൊടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുക്കള സുഗന്ധപൂരിതമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയിലെ. അപ്പോൾ അടുക്കളയിൽ നമുക്ക് നല്ലൊരു മണം കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുസംബിയുടെ ടൈപ്പിലുള്ള ഓറഞ്ച് ഇട്ടിലേക്ക് നവാന്ന് പറഞ്ഞിട്ട് ആ ഓറഞ്ചാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി സാധാരണ ഓറഞ്ച് ആണെങ്കിലും മതി, അതാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഓറഞ്ചിൻ്റെ തൊണ്ട് ഇട്ട് കൊടുത്താലും മതി, എന്തായാലും കുഴപ്പമില്ല. തൊണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് അതിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഓറഞ്ചിൻ്റെ തൊണ്ടോ അല്ലെങ്കിൽ ഓറഞ്ച് മാത്രം ഇട്ട് തിളപ്പിച്ചെടുത്താലും നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരയാമ്പു ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 കരയാമ്പു എടുത്തിട്ടുണ്ട്. ആ കരയാമ്പു നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അടുക്കളയിൽ മൊത്തം നല്ല സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് മൊത്തം നമ്മുടെ വീടുകളിലേക്കും വീടിൻ്റെ ഉള്ളിലേക്കും ഒക്കെ പടരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസും കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടുപ്പത്ത് തന്നെ വയ്ക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചൂടുള്ള പാത്രത്തിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അടച്ചു വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ച് ചൂട് കിട്ടുന്ന രീതിയിൽ ഇത് വെക്കാം. അപ്പോൾ കുറേ നേരം തന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാരങ്ങയും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നാരങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നാരങ്ങയുടെ തൊണ്ട്, നമ്മൾ നാരങ്ങ നീരൊക്കെ എടുത്ത ശേഷമുള്ള നാരങ്ങയുടെ തൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ള റോസാപ്പൂ ഉണ്ടല്ലോ, റോസാപ്പൂവിൻ്റെ ഇതളുകളും ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എസൻസും കൂടി ഒഴിക്കുകയാണെങ്കിൽ, എസൻസോ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലോ രണ്ടും ഒഴിക്കാവുന്നതാണ്. ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ഇനി നമുക്കൊരു അരോമാറ്റിക് വാട്ടർ ക്യാൻഡിൽ തയ്യാറാക്കാം. അപ്പോൾ വാട്ടർ ക്യാൻഡിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ അരോമാറ്റിക് വാട്ടർ ക്യാൻഡിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതില്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ പേപ്പർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബട്ടർ പേപ്പർ നമ്മുടെ ഈ ബൗളിൻ്റെ അതേ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ബൗളിൽ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഹോൾ ഇടുന്നത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് തിരി കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു തിരി, നമ്മൾ എണ്ണ കത്തിക്കാനായിട്ട്, വിളക്കൊക്കെ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, നിലവിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തിരിയാണ് എടുത്തിരിക്കുന്നത്. ആ തിരി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കോർത്തെടുക്കാം. അപ്പോൾ ഞാൻ തിരിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ വിളക്കിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ വിളക്കെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ വിളക്കെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി, അത്രയും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ എസൻഷ്യൽ ഓയിൽ നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 10-15 ഡ്രോപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എസൻഷ്യൽ ഓയിൽ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തിരി എടുത്ത് വെച്ച ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ കത്തിച്ചിട്ട് ഇതൊരു ക്യാൻഡിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻഡിൽ നന്നായിട്ട് കത്തും. അപ്പോൾ നമ്മളിതിലേക്ക് ലാവൻഡർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എസൻഷ്യൽ ഓയിലിൻ്റെ സ്മെല്ലും കൂടി നമ്മുടെ വീട് മൊത്തം നിറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വീട് മൊത്തം ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് പഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടൺ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഓരോ പഞ്ഞിയിലേക്കും അല്ലെങ്കിൽ ഓരോ കോട്ടണിലേക്കും നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പഞ്ഞിയിൽ ആ വാനില എസൻസ് അബ്സോർബായിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഈ വാനില എസൻസ് ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഒരു ബൗളിലാക്കിയിട്ട് നമ്മുടെ മുറിയിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. അതും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇതെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നല്ലൊരു സ്മെല്ല് കിട്ടും.
അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പഞ്ഞി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വാനില എസൻസ് ചെയ്ത പോലെ തന്നെ ഈ എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത പഞ്ഞി നമ്മുടെ മുറികളിലോ അല്ലെങ്കിൽ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിലും നല്ല സ്മെല്ല് കിട്ടും. ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം. അതിനായിട്ട് കുറച്ചധികം പഞ്ഞി എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 8-10 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വാനില എസൻസ് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പ്ലാസ്റ്റിക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, റബ്ബറും പ്ലാസ്റ്റിക്കും ഒക്കെ വരുന്ന ഭാഗം, ആ ഭാഗം ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതും ഒരു ഫ്രിഡ്ജായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു ബൗളിൽ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ച ബൗൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലെ എല്ലാ ചീത്ത സ്മെല്ലുകളും ഒക്കെ പോയിട്ട് ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇപ്പോഴും ഫൗൾ സ്മെല്ലൊന്നും ഫ്രിഡ്ജിൽ ഉണ്ടാവില്ല. അപ്പോൾ ഫ്രിഡ്ജിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ച ബൗൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു എയർ ഫ്രഷ്നർ തയ്യാറാക്കാം. അപ്പോൾ എയർ ഫ്രഷ്നർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിൽ ഒരു 10 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ലെമണിൻ്റെ എസൻഷ്യൽ ഓയിലും എടുത്തിട്ടുണ്ട്. ലെമണിൻ്റെ എസൻഷ്യൽ ഓയിലും ഒരു 10 ഡ്രോപ്പ് വീതം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 എസൻഷ്യൽ ഓയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണേ ഉള്ളെങ്കിൽ ആ ഒരെണ്ണം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ സോഡാപ്പൊടിയിൽ നമ്മുടെ എസൻഷ്യൽ ഓയിലുകളെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സോഡാപ്പൊടിയിൽ എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ അത്ര നന്നായി മിക്സായി വരില്ല, വെള്ളത്തിൽ എപ്പോഴും പൊങ്ങി കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡാപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി മിക്സ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഡയറക്റ്റ് ഒരു ഫണലൊക്കെ ഉണ്ടെങ്കിൽ ആ ഫണൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫണലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മിക്സ് ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫണലുണ്ടെങ്കിൽ നമ്മുടെ സോഡാപ്പൊടിയും എസൻഷ്യൽ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ആ സോഡാപ്പൊടി നമ്മുടെ ഫണലിലൂടെ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഈ കുപ്പിയിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനിക്ക് ഈ ചെറിയ കുപ്പിക്ക് പറ്റിയ ഫണൽ എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റൂം ഫ്രഷ്നർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് നമ്മുടെ മുറികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എസൻഷ്യൽ ഓയിൽ എവിടെ കിട്ടും എന്നോട് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ എസൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് ചില സൂപ്പർ മാർക്കറ്റിൽ, കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിൽ വാങ്ങാനായിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ പർപ്പിൾ പോലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് എസൻഷ്യൽ ഓയിൽ വാങ്ങാൻ കിട്ടും. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു 15 ml ഒരു 100-150 രൂപയൊക്കെ ആവും. അപ്പോൾ പക്ഷേ നമുക്ക് ഈ കുഞ്ഞു ബോട്ടിൽ 15 ml ഒരു ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എസൻഷ്യൽ ഓയിൽ വെച്ചിട്ടുള്ള മറ്റൊരു ടിപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ ഷൂവൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൽ ചെറിയ ഫൗൾ സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു കോട്ടണിൽ കുറച്ച് എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് എസൻസോ അപ്ലൈ ചെയ്തിട്ട് ഈ ഷൂവിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഷൂവിൽ ആ ഫൗൾ സ്മെല്ലൊക്കെ പോയി ഷൂ ഒക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂവിൽ നിന്നുള്ള ഒരു ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ വീടും എപ്പോഴും ഫ്രഷ് ആവും. ഈ പറഞ്ഞ ടിപ്പുകളിലേക്കാളെല്ലാം ഉപരിയായിട്ടുള്ളൊരു ടിപ്പാണ് അടുത്തത്. നമ്മുടെ വീടുകളിലെ ജനലുകളൊക്കെ എപ്പോഴും തുറന്നിടുക. നമ്മുടെ വീട്ടിലേക്ക് നല്ല വായു സഞ്ചാരമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും. അതിൽ ഫൗൾ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ എസൻഷ്യൽ ഓയിൽ അതുപോലുള്ള ഇങ്ങനത്തെ സ്മെല്ലുകളൊക്കെ നല്ല സ്മെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടൊക്കെ എപ്പോഴും സുഗന്ധപൂരിതമാക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡും ചേഞ്ച് ആവാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതായത് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ഭയങ്കര മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുവാണെങ്കിൽ, പുറത്തൊക്കെ നിന്നൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുവാണെങ്കിൽ ആകെ ഒരു മുഷിൻ്റെ മണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ദേഷ്യമായിരിക്കും. അതേ സമയത്ത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷമായിരിക്കും. അപ്പോൾ ഈ അരോമാ തെറാപ്പിക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻറ്റിനൊക്കെ, അതായത് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ അരോമാ തെറാപ്പി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.